നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടി മുമ്പ് നമ്മളെ കാത്തിക്കാന്ന് പറഞ്ഞത് 9 മണിക്ക് വരാൻ പറഞ്ഞതാണ്. 9 മണി ആവാനായി, 9 മണിക്ക് കഴിഞ്ഞു വന്നു. നമ്മൾ let's try the lift. It was working yesterday, so it must have, yeah, it's waiting for us. And it doesn't like lifts. You don't want to put the light on, honey. Oh my god. It is working. അൽബേനിയയിലെ നമ്മളെ സെക്കൻഡ് ആണ്. ഇന്നലെ ഈവനിങ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഈവനിങ് റെസ്റ്റോറൻറ്റ് പോയെന്നല്ലാതെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ഓണർ വേറൊരു വീട്ടിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സെറ്റാക്കിയത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നതാണ്. Yeah, honey, what do you think about the breakfast? Yeah, it looks really nice. Oh, nice. Yeah. It is very good after. Oh, yeah. After bread, another piata bread. Okay. That is very good. Thank you. Just gonna make more. How does that taste, honey? നമുക്ക് രണ്ടാമത് കിട്ടിയ ഫുഡ് ഇത് ചിക്കനാണ്. നമുക്ക് മുപ്പരാൾ ചോദിച്ചാൽ ചിക്കനാണോ പോർക്കണോ? മുപ്പരാൾ ഞാൻ അല്ലാതെ മാത്രമേ കൊടുക്കുള്ളൂ. ചിക്കൻ. What do you think, honey? It's halal, Salad, so we but- don't need to worry. Yeah, that's good. So yeah, the breakfast is so I think good. around like this area, that's more common for it to be halal. Yeah. ഫസ്റ്റ് നമ്മൾ തീർത്ത് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഉഷാർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വലിയ ഇതിലൊന്നും ബുക്ക് ചെയ്യാതെ ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരു മെച്ചാണ് ഞാൻ പറയും. ഇവിടുത്തെ ഒതൻറ്റിക് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ, ഇവിടുത്തെ നോർമൽ ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കാനും ഇടവൈകാനൊക്കെ പറ്റിയ. Tourist, opa. Is the second to 100 meter, no problem. Two autostrada, okay? ഒരു അരമണിക്കൂർ നമുക്ക് ലെക്ചർ എടുത്തുന്നു, എങ്ങനെ പോണ്ടി എങ്ങോട്ടൊക്കെ പോണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു മാപ്പ് തയ്ക്കുന്നു. ഐ തിങ്ക് ഹി വാസ് ട്രൈ. ലിഫ്റ്റ് വർക്ക് ആണില്ല, ലിഫ്റ്റ് ഡോർ ആടുന്നില്ല. അപ്പം നമുക്ക് നടക്കണം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നല്ല ഫുഡ് കഴിച്ചതിൻ്റെ എനർജി ഉണ്ട്, നടക്കാൻ്റെ എനർജി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നടക്കും. So we've just left our first place in Albania, and the man was so nice. He actually drew us. He spent ages drawing us a map and explaining like each place to us. So I'm just walking through the city. I think this neighbourhood called Bloku, and it seems to be a really nice neighbourhood. It's really busy, full of people, but also full of nature. Like behind me there's a river, and this side there's like a children's play area, but there's also like what looks to be a swimming pool in the summer, and like restaurants. It seems really busy but also really nice. See, there's like a river down there. Okay. So we're going to see one of the main sites in Tirana, which is like a big pyramid, so we're just going to head up there now. Yeah, that'll be a really big workout. This is my workout for today. We're up to the top of this pyramid now, but it's pretty hot, so it's going to get tiring. So we're just about to head to the top of the pyramid, which is behind us. I'm not really sure what the history of it is, but it's pretty big, so we're going to walk up it now. പിരമിഡിൻ്റെ മുമ്പിലാണുള്ളത്. ടിരാനയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അട്രാക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. ടിരാനയിൽ അധികം കുറേ കാര്യങ്ങളൊന്നുമില്ല, അതിൽ ചെയ്യാണ്ട് കാണാണ്ട ഒന്നാണിത്, പിരമിഡ് ഓഫ് ടിരാന. ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഉള്ളിലെന്തോ ഷോപ്പിംഗ് മാൾ അങ്ങനെ എന്തോ ഉണ്ട്. നമുക്ക് അവിടെയും പോയി നോക്കാം. ഫസ്റ്റ് പിരമിഡ് നോക്കുക. നേരെ തുറക്കുമ്പോൾ കാണാനെക്കാട്ടിലും ഇത്തിരി ഉണ്ട്, അതും വലിയ വലിയ സ്റ്റെപ്സാണ്. പക്ഷേ എന്തായാലും നമ്മളത് കാണാൻ വേണ്ടി വന്നതല്ലേ, നമ്മൾ കയറിയിട്ട് തന്നെ പോകുള്ളൂ. കുറച്ച് തോന്നേണ്ടത് ഇതൊക്കെ കയറി ഇങ്ങനെ വന്നു. അവിടെ നിന്ന് അടിയിൽ നിന്ന് ഇവിടെ വരെ കയറി വന്നു. ഇതാണ് മുകളിലത്തെ വ്യൂ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ കാണാനുണ്ട്.
ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ആ കാണുന്നത് ഫസ്റ്റ് ഒരു ലിഫ്റ്റാണ്. അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളതൊക്കെ കയറി വന്നു. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. മുകളിൽ കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അധികം നേരം നമ്മൾ നിന്നില്ല. അതിപ്പോൾ ആകെ 11 മണി ആകണുള്ളൂ. പക്ഷേ പെരുംചൂടാണ് ഇതിൻ്റെ മുകളിൽ. നമ്മൾ വേറൊരു എക്സിറ്റ് കൂടെ പോകുന്നു. ഇവിടെ അധികം വെയിലില്ലാത്തൊരു ഏരിയ നോക്കിയിട്ട് നടക്കുക. ഇവർക്ക് വേണേൽ വെയിലൊക്കെ ഭയങ്കര സംഭവക്കാരാണ്. എനിക്ക് വെയിൽ തീരെ പറ്റില്ല. അപ്പം ഞാൻ പുറത്തു കൂടെ നടക്കുക. ഇവിടെ ഒരുപാട് ബിൽഡിങ്സൊക്കെ ഉണ്ട്. നല്ല ഏരിയയാണ്. നീണ്ട് നിരന്ന് കിടക്കണ നഗരമാണ്. എന്തോ കോൺഫറൻസ് നടക്കുക. നമ്മളങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമ്മൾ അപ്പുറത്ത് തന്നെ പോയേക്കുക. അപ്പോൾ ഇതാണ് ആൾക്കാർ വരുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഉള്ളിൽ കയറുന്ന കണ്ടിട്ടില്ല, പുറത്ത് കയറുന്ന കണ്ടിട്ടുള്ളൂ. ഇനി അതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ അവിടെ തലയിൽ തട്ടിട്ടാലേ കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ തലയിൽ തട്ടൊക്കെ ഇട്ടാണ്ട് കയറാൻ നിൽക്കുകയാണ്. ഇവിടെ മെൻസിന് കയറേണ്ട ഓപ്ഷൻ ഇവിടെ വേറെ ഉണ്ട്. ഇപ്പം ഞാനിതിലാണ്ട് കയറി നോക്കുക. What do you think about the masjid? It's really gorgeous. Yeah. It's a really nice masjid. Yeah, I picked this one. We're gonna go pay for it if they take card or cash. Let's see. How much do you reckon that is? No. Manas? ബോട്ടും പാടെ ഉണ്ട്. ഈ ഒരു ബോട്ടും വാങ്ങി. അടിപൊളി ബോട്ടാണ്. നല്ല ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഈ പള്ളി കാണാൻ. അപ്പോൾ നമ്മൾ പള്ളി കണ്ട്. ഇനി വേറെ എന്തെങ്കിലും കാണാണ്ടൊക്കെ നോക്കിയാണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മിക്കവാറും പോകും. പള്ളി അടിപൊളിയായിട്ട്. ഉള്ളൊക്കെ വിഷയം എന്താണ് കൊത്തുപണിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. നേരിട്ട് കാണുന്നതും കേൾക്കുന്നതും വീഡിയോ കൂടെ കാണുന്നതൊക്കെ ഒക്കെ ഡിഫറൻസ് ഉണ്ട് അതിൽ ഒരുപാട്. നേരിട്ട് കാണാൻ വിഷയമാണ്. ഏരിയയിലൊക്കെ ഒരു പക്ക ടൂറിസ്റ്റ് പരിപാടിയാണ്. ഫുള്ള് ടൂറിസ്റ്റ് ആളെ നമ്മളിവിടെ കണ്ടതിൽ ഞങ്ങൾ ആദ്യം നിന്നീന സ്ഥലത്ത് എന്ന് വെച്ചാൽ നമ്മൾ നിന്നീന റൂമിൻ്റെ അടുത്തുള്ള കൂടുതലും അവിടുത്തെ നാട്ടുകാരാണ്, എന്ന് വെച്ചാൽ അഭിനയക്കാരാണ്. അധികം ടൂറിസ്റ്റുകാരും കൂടെ ഒന്നുമില്ല. ഇവിടെ ഫുള്ള് ടൂറിസ്റ്റുകാർ. ഇത് എനിക്ക് തോന്നുന്നു പള്ളി കാണാൻ വേണ്ടി വന്ന ടൂറിസ്റ്റുകളായിരിക്കും ഇത് മുഴുവൻ. അടിപൊളിയാണ് കേട്ടോ. പള്ളിയും അതിൻ്റെ ചുറ്റുവട്ടും ഒക്കെ നല്ല നിറച്ച ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുക. ഇത് നമ്മളിങ്ങനെ അവിടെ നിന്ന് നടന്നു ഒരു 10 മിനിറ്റ് നടന്നു വന്നു. ഈ നടപ്പാതിയും കാര്യങ്ങളൊക്കെ അടിപൊളി. വണ്ടിയിൽ ടയർ പ്രഷർ ഇല്ല എന്ന് പറഞ്ഞാണ്ട് കാണിക്കണ്ടേനി. അപ്പോൾ നമ്മൾ ഒരു പെട്രോൾ പമ്പ് കയറിയാണ്ട് ടയർ ചെക്ക് ചെയ്ത് ഇവിടുത്തെ ആൾ തന്നെ ഇറങ്ങി വന്നാണ്ട് മൂപ്പര് ഞാൻ നോക്കിയിട്ട് ഓക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ കാണിക്കില്ല. അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. മൂപ്പര് ചെക്ക് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ക്യാഷ് ഒന്നും വേണ്ട, ഇവിടെ ഫ്രീ ആണ്. നാട്ടിലത്തെ മരിക്കുക തന്നെ. അടിപൊളിയാണ് സംഗതി. ഇവിടെ സംഗതി ചീപ്പാണ്. എല്ലാം വലിയ അലമ്പൊന്നുമില്ല. നമ്മളിപ്പോൾ പോണത് കുറച്ച് ദൂരണ്ട ഏരിയക്കാണ്. നമ്മളിപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങിയാണ്ട് ഒരു ഗ്രാമമാർക്കിട്ട ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണാം. ഒരുപാട് സ്ട്രേ ഡോഗ്സിനൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ. ഓക്കെ, നമ്മളെ വണ്ടി ഓട്ടാൻ ഏൽപ്പിച്ചാണ്ട് അണിത് അവിടെ ഉറങ്ങണേ. ഏകദേശം ഇനി 2 മണിക്കൂറോളം ഇനി ഓട്ടാണ്ട്. 2 മണിക്കൂറുണ്ട്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത്, സൂപ്പർ മാർക്കറ്റല്ല, ഒരു പെട്രോൾ ഗാരേജിൽ നമ്മളിങ്ങനെ നിർത്തി. അങ്ങനെ ഞാൻ നിർത്തി ഫുഡിൻ്റെ പാക്കറ്റ് തുറന്നപ്പോൾ ഞാൻ എണ്ണ നീച്ച്. ഇനി പോക്ക് ഫുഡ്
I want to get നീ food. ടോയ്ലറ്റ് വേണം, I ഫുഡ് need the വേണം. toilet and I need like cold air. Yeah. She didn't wanted anything. She just wanted to sleep earlier. Now she wants everything. No good. ഒരു പെട്രോൾ പമ്പ് അവിടെ ഉണ്ട്. അവിടെ അങ്ങനെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. സാധാരണ ഓപ്പറേഷൻസിലുണ്ടാവില്ല. ഇവിടെ പറ്റിയൊരു റെസ്റ്റോറൻറ്റ്. പെട്രോൾ പമ്പിന് തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ കുറേ ഉണ്ടാക്കും. Adam? To go. A big restaurant. And I found a spinach one. Yeah. നമ്മളിപ്പോൾ 3-3.5 മണിക്കൂർ വണ്ടി ഓട്ടി. ഇനി ഒരു അരമണിക്കൂറോളം പോകാണ്ട് നമ്മൾ റൂമിലേക്ക്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഒരു കുന്നിൻ്റെ മുകളിലുണ്ട് ഒരു സ്ഥലത്ത് എത്തിക്കുന്നു. അടിപൊളി സ്ഥലം, മനസ്സിലായി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല റെസ്റ്റോറൻ്റ് ആണോ എന്ന് എനിക്ക് എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ വ്യൂ ഒക്കെ കണ്ടിട്ട് നോക്കുക. എന്താ വ്യൂ! ഫുള്ള് മീറ്റ് മുഴുവൻ പോർക്കാണ് മെയിൻ, അല്ലെങ്കിൽ മിക്സ്ഡ്, അല്ലാതെ ചിക്കനായിട്ടോ അങ്ങനെയൊന്നും നല്ലൊരു സാധനം നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലം പോയി വെക്കുക. പ്രൈസിയാണ് കേട്ടോ, ഭയങ്കര വിലയാണ്. ഇതെന്താ വ്യൂ കൊണ്ടാണോ എന്താണെന്നറിയില്ല. After nearly 4 hours of driving, we've finally got to, I don't know the name of the place. It's like a small place amongst loads of big places. So this is കുറേ നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടാണെങ്കിലും ഏകദേശം 4 മണിക്കൂർ നമുക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ റൂമിലെത്തി. റൂം അടിപൊളിയാണ്, സെറ്റപ്പാണ്. ബെഡ് സ്പേസ് മുകളിലാണ്. റൂം നിൽക്കുന്ന സ്ഥലം ആണ് മെയിൻ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ നേരെ കാണുന്നത് ബീച്ചാണ്. നല്ല അടിപൊളി ബീച്ച്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഈവനിങ്ങോ നാളെ രാവിലെ ആയിട്ട് എന്തായാലും ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങണം. ഫോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മളെ റൂമും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചിലപ്പോൾ മിക്കവാറും റെസ്റ്റ് എടുക്കും. ഫുഡൊന്നും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കും. 4-5 മണിക്കൂർ വണ്ടി ഓട്ടി വന്നിട്ട് എത്തിച്ചുണ്ട്. അപ്പം നാളെ രാവിലെ ഇറങ്ങുക, നല്ല നീന്തി കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അതാണ് പ്ലാന്. Sitting there, I think she need a cup of tea. What do you think about this place, Annie? I really like it. I think it's really nice. This is really nice. The sea is just there. It's perfect for swimming. വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു പൂച്ച ഇവിടെ എത്തി. It's like olive size, isn't it? Yeah. പൂച്ചകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. Look. It's getting a bit too comfortable. No, that's pitter pattering. That's love. What? Sign of affection. What he's doing with his paws. So we've just arrived at the place we're staying tonight, and it's really pretty, and it's literally right next to the beach, and there's loads of really cute cats. So we're just going to go put everything on charge, and then we're going to go find a nice restaurant. So yeah, it looks really nice. The weather's really nice, and it's quite hot. What do you think, Nashad? I really like the place. The people are nice, and it's not crowded. See, look at this area. I really like it. I feel like I'm back to. Oh, that's a crazy guy, but Yeah. I feels like I'm back to Kerala. It's really calm here, Better than Kerala. and the water's like crystal clear. So yeah, we'll update you when we find a restaurant. Talk to you. I think it's looking. You wanna go? I'm gonna just stand near. You'll understand. Okay, go talk to you. No, I don't want
That's okay. I will come with you. I just want to film them. I was looking at them. Hi. Want to press the go? No, I just want to record it. He's so cute. Go near. You won't. Why has got the things on his horns? Yours? Two. Just two. What touching? It will be fine. It's like... Yeah? Oh, they are so friendly, honey. See? Oh. Hello. Now I know what size goats. We have little goats. Good go. Good go. Thank you. So you saw goats now. And they're big. ഇവിടെ നല്ല സമാധാനം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ക ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, നമ്മൾ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഒരിതില്ലേ, ആ ബീച്ചാണിത്. ഓലമേഞ്ഞ കാര്യങ്ങളും ഓലയും കാര്യങ്ങളും, നല്ല നീല ബീച്ച്, നീല കളറ് വെള്ളം, കടൽ, ആൾക്കാരിരിക്കുന്ന സമാധാനം, അധികം തിരക്കൊന്നുമില്ല, സമാധാനമായിട്ടുള്ള റോഡ്. ഇതാണ് ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ രീതിയിലുള്ള ബീച്ച്. ഇതാണ് പെർഫെക്റ്റ് ബീച്ച്. ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കണം. നമ്മൾ ഓൾറെഡി കഴിച്ചു, ഒരുപാട് കഴിച്ചു, പക്ഷേ ചെറിയൊരു ഫുഡ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക. They got banana tree, cactus. It's nice here. You never seen banana tree? You saw banana tree in India? India, yeah. This is banana tree. ഇങ്ങനെ നടന്ന് ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ട്, ഇവിടെ എല്ലാം ഫാസ്റ്റ് ഫുഡ് എന്ന് ചെയ്താൽ ഒന്ന് കണ്ട് കയറി നോക്കുക. എടുത്തില്ല, ക്യാഷൊക്കെ കാറിൽ വെച്ചിട്ട് പോയി നിൽക്കുക. പോയിട്ട് പൈസ എടുത്തിട്ട് ഒന്നും ഇവിടെ വരണം. ഇവിടെ പോലെ കാർഡൊന്നും യൂസ് ചെയ്യില്ല, ക്യാഷ് മാത്രം മതി എന്ന് പറഞ്ഞത്. ഈ ചെറിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളെന്താ വെച്ചാൽ മറ്റോടത്ത് നീനോടത്തും പോയി, സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അവിടെ നീനോടത്ത് ഓൽക്ക് കാർഡായാലും കുഴപ്പമൊന്നുമില്ല ഇനി. അപ്പോൾ അതുകൊണ്ടവിടെ യൂസ് ആയിട്ടേ പ്രശ്നമില്ല. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നമ്മൾ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരും. കൺഫ്യൂസ്ഡ് ആണ് സത്യം പറഞ്ഞാൽ. ഒന്നും നമുക്ക് കണ്ട് മനസ്സിലാവണില്ല. റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഉണ്ടത്. ഇതിൻ്റെ നമ്മളിൽ മെനു കയ്യിലിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് എന്ത് പോർഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ പോർഷൻസ് ആണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ സെയിം സാധനം, ഇത് സെയിം. പക്ഷേ ഇവിടെ മുകളിലുണ്ടതാണ് മാത്രമാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് സത്യം പറഞ്ഞാൽ. എന്താ കാട്ടേണ്ടതില്ല നോക്കുക. And then chicken shish kebab with this. Yeah, donut. Yeah. Done. With the bread. Yeah. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഡോണർ ഇതാണ്, അതിൻ്റെ ഫുഡ് അതാണ്. I got a big donut. That's honey's food. My food is so tasty. I only had like one piece, but so tasty. How's your food? That's a spoon. Little fork. So we just had some dinner. We had a gyro, and it was like doner, like it was like they called it doner, but it was like pizza dough, but with chicken shish inside and salad and stuff. So it was really nice. What did you think, Naushad? The food was so tasty. I really like it. And it was only what 1,100, so like £10. The food was like your Maybe. food was 450, like £4. No, mine was £3.50. Yours was £4.50. Yeah. So like Altogether, £3 we went. only paid We like only £10. paid £10, and we both had quite a big meal. Yeah, that's okay. They were good size, and we also had 2 drinks. So yeah, overall good, very good. It's the half price of UK, I would say. Oh yeah, minimum. That would be minimum like £8 each. So yeah, happy. We're just gonna go into a little supermarket and try and get some snacks for later, because we've just eaten, but it's not very late. So we're gonna go into the supermarket and get a few snacks if there's any cheap snacks. So yeah, I'll update you. ആണ് സൺസെറ്റ്. അപ്പോൾ നമ്മൾ സൺസെറ്റ് കണ്ട് ബീച്ചിൽ കുത്തിറക്കാന്നുള്ള പ്ലാനിൽ നമ്മൾ ഇറങ്ങാൻ 7 മണിയായി. She's gonna jump. Cat is gonna jump.